ഹലോ ഗൈസ്, അപ്പൊ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇപ്പൊ ഏകദേശം ഒരു രാത്രി 12 മണിയാകും. ഇപ്പൊ ഞാൻ എവിടെയാ ഉള്ളതെന്ന് വെച്ചാൽ പത്തനംതിട്ട ജില്ലയിലെ ശബരിമല റൂട്ട് പോകുന്ന പ്ലാപ്പള്ളി എന്ന് പറഞ്ഞൊരു ജനവാസ മേഖലയും വനവുമായിട്ട് ഒന്നിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. കാര്യം ആ വഴി എന്ന് പറഞ്ഞ ഒരു ഹൊറർ ഫീലായി. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എനിക്കൊരു ആദ്യമായിട്ട് 7.5K കിട്ടിയ ഒരു വീഡിയോയും അതാണ്. ആ റോഡിൽ ആന കാണാം, കടുവ കാണാം. അപ്പൊ ഇപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്താണ് പോണത്. ഈ കാട്ടിലും മൃഗങ്ങളെ കാണുമെന്നുള്ള ലെക്കാണല്ലോ, നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഭാഗ്യമുണ്ട് എനിക്കും കാണാം, നിങ്ങളെയും കാണിച്ചു തരാം. അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഈ കാണുന്നത് തുലാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പൊ ഇവിടുന്ന് നമ്മളിതേ പ്ലാപ്പള്ളിക്കുള്ള വഴി കയറാൻ പോവാം. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ ഇതേ പ്ലാപ്പള്ളിയിലെ ലാസ്റ്റ് ഭാഗം എന്ന് വെച്ചാൽ വീടുകളുള്ള ലാസ്റ്റ് ഭാഗത്തൂടിയാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ വനപാതയിലോട്ട് നമ്മൾ കയറുകയാണ്. ഒരുപാട് വീതിയൊന്നുമില്ല. ഒരു ആന നിപ്പോണ്ടേ പോലെ നമുക്ക് പെട്ടെന്ന് റിവേഴ്സ് ഇടാനോ വളക്കാനോ പറ്റത്തില്ല. അപ്പൊ നമ്മളിതേ വനത്തിലോട്ട് പ്രവേശിച്ചു. റോഡിന്റെ അവസ്ഥ കണ്ടില്ലേ, വീതിയൊന്നും ഇല്ല. ഒരു സൈഡ് കുഴിയാണ്, ഒരു സൈഡ് പൊക്കമാണ്. അതൊക്കെ നോക്കിയും കണ്ടും വളക്കണം. കാര്യം മുമ്പ് ഇതുപോലെ ഞാൻ ബുള്ളറ്റിൽ വന്നപ്പോഴാണ് ഇവിടെ ആന ഉണ്ടായിരുന്നത്. ഇവിടെ ഒരു കൊമ്പനുണ്ട് കേട്ടോ, ഒരു ഇത്തിരി കുസൃതിക്കാരനാണ്. ആ ആന കാണല്ലേന്നേ ഉള്ളൂ എന്റെ പ്രാർത്ഥന. വേറെ ആന ഇവിടെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഈ റോഡ് ഭയങ്കര മോശമായിരുന്നു, കട്ടറൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നല്ലപോലെ ടാറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പ്രശ്നമേ ഉള്ളൂ, നല്ല ആനയാ കാട്ടുപോത്താ കൊണ്ടേ നമുക്ക് വളച്ചെടുക്കാനുള്ള നല്ല രീതിയിൽ ടൈം എടുക്കും. കാര്യം ഒരു സൈഡ് കുഴിയും ഒരു സൈഡ് പൊക്കവും ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുമല്ല നല്ല കയറ്റമാണ്. കയറ്റത്തിലെങ്ങാനാണ് ആന നിൽക്കുന്നതെങ്കിൽ വണ്ടി പുറയിലോട്ട് ഇറങ്ങിയും വരും. പിന്നെ നമുക്ക് ഫസ്റ്റ് ഇട്ട് എടുത്ത് കയറ്റിയെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. ഇങ്ങനെയുള്ള വളവിൽ നിൽക്കാതിരുന്നാൽ മതി. മൂന്നാറും വയനാടൊക്കെ ഒരുപാട് വട്ടം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ വണ്ടികളും മനുഷ്യന്റെ പ്രസൻസ് ഒക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്രയും ഭയം വരത്തില്ല. പക്ഷെ ഈ റോഡിൽ ശബരിമല സീസൺ അല്ലാത്ത ടൈമിൽ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. ഇനി അങ്ങോട്ട് റോഡിന്റെ രൂപവും ഭാവവും എല്ലാം മാറും. രണ്ട് സൈഡിലും നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇന്ന് കൊണ്ടുപോയ വണ്ടിക്ക് നല്ല വെട്ടം ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു കാടിൻ്റെ ആ ഒരു ഭീകരത എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അതല്ലാതെ ഇന്ന് കുറച്ച് നിലാവും കൂടി ഉള്ളത് കൊണ്ട് ആ ഒരു ഭീകരത്വം ഇല്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇവിടെ മൊത്തം കൊടു ഇരുട്ടും എൻ്റെ വണ്ടിയുടെ വെട്ടം കുറവായതും കൊണ്ട് ഭയങ്കര ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലെ യാത്രയായിരുന്നു. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, വണ്ടിയുടെ ലൈറ്റ് ഓഫാക്കി കഴിഞ്ഞാൽ നിലാവുണ്ടെങ്കിൽ പോലും നമുക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല. അത്രക്ക് ഭീതിപ്പെടുത്തുന്ന രീതിയിൽ ഇരുട്ടായിരിക്കും. ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇതേ കണ്ടോ, ഒന്നും കാണാൻ പറ്റത്തില്ല. വണ്ടി എങ്ങാനും ബാറ്ററി ഡൗൺ ആകുകയോ ഓഫാകുകയോ ചെയ്താൽ ശരിക്കും പെട്ടുപോകും. ഫോണിന് ഈ ഒരു ഏരിയയിൽ റേഞ്ചും കുറവാണ്. ഇതുവഴി ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും ശരിക്കും പേടി തോന്നും. ഫസ്റ്റ് സൈറ്റിംഗ് ഒരു മ്ലാവാണ്, കുറച്ച് ദൂരത്താണ്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതേ കണ്ടോ, ആ കോടയുടെ ഇടയിലായതുകൊണ്ട് അത്ര നല്ലപോലെ കാണാൻ വയ്യ. പക്ഷെ മ്ലാവ് പൊതുവെ അറിയാമല്ലോ, വണ്ടി കണ്ടാൽ അപ്പം തന്നെ ഓടും. ഇപ്പം ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ശബരിമല ടു ലാഹ റോഡിലാണ്. ലാഹ വ്യൂ പോയിന്റിൻ്റെ അതിഭംഗിയായ രാവിലത്തെ ആ കാഴ്ചയൊക്കെ വീഡിയോ ഒക്കെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. അങ്ങനെ അതുവഴി പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ നമുക്ക് റോഡ് സൈഡിൽ ഫസ്റ്റ് സൈറ്റിങ് കിട്ടി. ദേ ഒരു കാട്ടുപോത്ത്. ആളുടെ മുഖം കാണാൻ വയ്യ. റോഡിന് നേരെ നിൽക്കുന്നതുകൊണ്ട് വണ്ടി മുമ്പോട്ട് എടുക്കാനൊരു ചെറിയ പേടി. കാര്യം ഒറ്റയാൻ കാട്ടുപോത്താണ്, അതും ഒരു മെയിലും. കാട്ടുപോത്തൊന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞു. അത് ചെറുപ്പം തൊട്ട് ഇതിനെ അങ്ങനെ പറഞ്ഞുള്ള ശീലം കൊണ്ടാണ്. ശരിക്കും ഇത് കാട്ടിയാണ്, ഇന്ത്യൻ വൈൽഡ് ഗോർ. കാട്ടുപോത്ത് നമ്മുടെ തെക്കൻ വനമേഖലകളിലൊന്നുമില്ല. അതൊക്കെ നോർത്ത് ഇന്ത്യ വനങ്ങളിലാണ് അതിനെ കാണുന്നത്. ഇത് പശു ഇനത്തിൽപ്പെട്ട കാട്ടി എന്ന് പറഞ്ഞൊരു വർഗ്ഗമാണ്. പക്ഷെ നമ്മൾ കുഞ്ഞിലേ തൊട്ട് പറഞ്ഞുകൊണ്ട് അങ്ങനെ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്.
ഈ റോഡിൽ കാട്ടുപോത്തിനെ കാണുക എന്ന് പറഞ്ഞാൽ റെയറാണ്. നമ്മൾ ശബരിമല ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ഒരുപാട് കാണാൻ പറ്റും. ഈ ലാഹ സൈഡിൽ തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ കാട്ടുപോത്തിനെ കാണുക എന്ന് പറയുന്നത് ഒരു റെയറായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇതേ സ്ഥലത്തൊരു കാട്ടുപോത്തിനെ കണ്ടിരുന്നു. ഒരു ചെറിയ കാട്ടുപോത്ത്, 1 വർഷം മുമ്പ്. ദേ ആ കാട്ടുപോത്ത് നിൽക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ആനത്താരം മുന്നിലെന്നും പറഞ്ഞൊരു ബോർഡും വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ ഫ്രഷ് ആനപ്പിണ്ടവും കിടപ്പുണ്ട്. ഇത് കുറച്ച് മുമ്പേ എന്തോ കയറിപ്പോയതാ. എനിക്ക് ഭാഗ്യമില്ലെന്ന് തോന്നുന്നു, ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഇത് ലാഹ മഞ്ഞത്തോടുള്ള ട്രൈബൽ സെറ്റിൽമെൻ്റ് ആണ്. ഇതിൻ്റെ രാവിലത്തെ വ്യൂ ഒക്കെ വീഡിയോക്ക് പുറകെ വരുന്നുണ്ട്, അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ദേ ആ ട്രൈബൽ സെറ്റിൽമെൻറ്റിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ബോർഡ് ആനത്താരം മുന്നിലെന്നും പറഞ്ഞ്. ഓഹ്, അവരെയൊക്കെ സമ്മതിക്കണമല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന് സൈറ്റിങ് കിട്ടിയെങ്കിലും ക്യാമറ എടുത്ത് ആനയെ വീഡിയോ പിടിക്കുന്നതിന് മുമ്പേ അത് കാട് കയറി. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ വീഡിയോയിലൊരു മ്ലാവുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ പോലും കണ്ടില്ല. ഞാൻ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ് അവിടെ ഒരു മ്ലാവ് ഉള്ളതായിട്ട് ഞാൻ കണ്ടത് തന്നെ. ഞാൻ പോലും അറിയാതെ എൻ്റെ ക്യാമറയിൽ പതിഞ്ഞൊരു വിഷ്വലാണേ. ഒരുപാട് ടൈമൊന്നുമില്ല, പെട്ടെന്ന് ചാടിക്കയറി പോവുമായിരുന്നു. സത്യമായിട്ട് ഞാൻ കണ്ടേ ഇല്ല കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുത്ത് വെറുതെ പ്ലേ ചെയ്ത് നോക്കിയപ്പോഴാണ് ഒരു മ്ലാവ് മുകളിലോട്ട് ചാടിക്കയറി പോകുന്ന കണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ബോർഡ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് റോഡ് സൈഡിൽ പെട്ടെന്ന് ഒരു മ്ലാവ് കയറി പോകുന്ന ഒരു വിഷ്വൽ ഞാൻ കണ്ടത്. ഇവിടെ എവിടെയോ ആണ്. അതെ ഇവിടെ തന്നെ നോക്കിക്കോണേ, ദേ നിൽക്കുന്നത്. ദേ കണ്ട 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 ഇത് ഞാൻ അറിഞ്ഞു പോലും ഇല്ല, പിന്നീടാണ് ഞാനിത് കണ്ടത്. എൻ്റെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ ശബരിമലയിലോട്ട് പോകുന്ന ചെക്ക് പോസ്റ്റാണ്. നട തുറക്കാത്ത സമയത്ത് നമ്മളെ അങ്ങോട്ട് വിടില്ല. നമ്മളിവിടെ നിന്ന് നേരെ ലെഫ്റ്റ് എടുത്ത് നമ്മൾ നേരത്തെ കണ്ടില്ലേ തുലാപ്പള്ളിക്ക് പോകുക. ആ നേരെ അടച്ചിട്ടിരിക്കുന്ന ചെക്ക് പോസ്റ്റാണ് ശബരിമലക്ക് പോകുന്നത്. ഏതാണ്ട് ഇപ്പോൾ ഒരു 4:30 ടൈമൊക്കെ ഇതേ നേരം വെളുത്ത് തുടങ്ങി. അപ്പോഴാണ് വണ്ടി വളച്ചുകൊണ്ടിരുന്നപ്പം ഒരു മ്ലാവിനെ കണ്ടത്. പിന്നെ നമ്മളതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ വണ്ടി അവിടെ നിർത്തിയിട്ടു. അത് പോയി കഴിഞ്ഞ് പതുക്കെ മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ഒരു മ്ലാവല്ല, അതിൻ്റെ അമ്മ മ്ലാവും കൂടെ ഉണ്ടെന്ന്. അവർ നമ്മുടെ വണ്ടി കണ്ട് എങ്ങനെയെങ്കിലും മുകളിലോട്ട് കയറാൻ നോക്കുന്നുണ്ടായിരുന്നേ. പക്ഷേ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇത്തിരി ഹൈറ്റ് കൂടുതലായതുകൊണ്ട് അവർക്ക് കയറാൻ പറ്റാതെ നിൽക്കുകയായിരുന്നു. ഇത് ഓടിപ്പോകുന്നത് കണ്ടോ, അമ്മ മ്ലാവും കുട്ടി മ്ലാവും കൂടി. നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ, അത് രാവിലെ തന്നെ. ഈ റൂട്ടിൽ നമ്മൾ രാത്രി ഒരു 7 മണിക്ക് ശേഷം വന്ന ഒരുപാട് മ്ലാവിനെ കാണാം. ഈ റോഡ് വഴി രാത്രി ഒരു 7 മണിക്ക് ശേഷം വന്നാൽ നമുക്ക് ഒരുപാട് മ്ലാവിനെ കാണാവേ. അപ്പൊ നിങ്ങൾ കാടിന്റെ രാത്രിയിലത്തെ ആ ഭീകരതയും ആ വിഷ്വൽസും ഒക്കെ കണ്ടല്ലോ. ഇപ്പം രാവിലെ ഏകദേശം 5 മണിയാകാറായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തുലാപ്പള്ളിയിൽ വന്നു. ഇവിടെ നിന്ന് 3.9 കിലോമീറ്റർ ഉണ്ട് പ്ലാപ്പള്ളി വനത്തിലോട്ട് കയറാൻ വേണ്ടി. അപ്പൊ ഞാൻ ഇവിടെ വന്ന് ചായയൊക്കെ കുടിച്ച് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പൊ ഇനി രാവിലത്തെ ആ വിഷ്വൽസും ആ വ്യൂ ഒക്കെ ഒന്ന് കണ്ടിട്ട് ഇവിടെ നിന്ന് പോകാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ രാത്രി നമ്മൾ ഇങ്ങോട്ട് വന്നത് പ്ലാപ്പള്ളി ഒരു ഈറ്റക്കാട് വഴിയല്ലേ. ഇപ്പം ഞാൻ വരുന്ന തുലാപ്പള്ളിയിൽ നിന്ന് ഡയറക്റ്റ് ശബരിമല ഹൈവേ കൂടിയാണ് വരുന്നത്. നേരെ ലാഹക്ക് പോകുവാണ്. രാത്രി ഒരു ട്രൈബൽ സെറ്റിൽമെൻ്റ് ഒക്കെ കണ്ടില്ലേ, അങ്ങോട്ട് പോകുക. അവിടുത്തെ ആ ഒരു വ്യൂ കാണാമെന്നും പറഞ്ഞ് പോകുക രാവിലത്തത്. പോകുന്ന വഴി എന്തെങ്കിലും സൈറ്റിങ്സ് കിട്ടിയാലോ എന്നൊരു പ്രതീക്ഷയിലുമാണ് യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ടൊക്കെ നേരം വെളുത്ത് തുടങ്ങുന്നു. ചെറിയ വെട്ടമൊക്കെ വീണ് വരുന്നുണ്ട്. ഇന്നലെ രാത്രി 12 മണിക്ക് ഈ കാടിനകത്ത് കയറിയതാണ്. ഇപ്പം രാവിലെ ആകുന്നു. എന്നിട്ടും ആനയെ കാണാൻ പറ്റിയില്ല. അങ്ങനെ വണ്ടിയൊക്കെ ലാഹയെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് നേരം വെളുക്കട്ടെ. രാവിലെ 6:15 ലാഹയ്ക്ക് ഇപ്പുറമുള്ള പത്തനംതിട്ടയിലെ വിളക്കുവഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടുത്തെ 6:15 വ്യൂ ഒന്ന് നോക്കിക്കേ. സൂര്യൻ വെച്ചിട്ടില്ല, ഇപ്പോഴും സൺറൈസ് കിട്ടാൻ വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ്. അപ്പോൾ രാത്രി മുഴുവൻ കാട്ടിൽ കറങ്ങി ഉറക്കക്ഷീണം ഉള്ളതുകൊണ്ട് ഞാൻ തിരിച്ച് വീണ്ടും ആലപ്പുഴയിലോട്ട് യാത്ര തിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സാധാരണ എനിക്ക് അറിയാവുന്ന ഒരു 20 പേരുടെ കമൻറ്റേ കിട്ടാറുള്ളൂ. പുറത്തുനിന്നുള്ള ആരുടെയും കമൻറ്റ് ഇതുവരെക്കും വന്നിട്ട് പോലും ഇല്ല. അപ്പോൾ എല്ലാവരും അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ഈ കമൻറ്റ് വായിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഒരു സന്തോഷം. അങ്ങന്ന് സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. സൂര്യൻ ഉദിച്ച് കഴിഞ്ഞാൽ കാട്ടിയെ കൂടി ഒന്ന് യാത്ര ചെയ്യണമെന്നുണ്ട്. പക്ഷേ എനിക്ക് നല്ല ഉറക്കക്ഷീണം ഉള്ളതുകൊണ്ട് ഞാൻ തിരിച്ച് പോകുകയാണ്. വേറൊരു ദിവസം ഞാൻ രാവിലെ ഇതുവഴി യാത്ര ചെയ്തിട്ട് ഇവിടുത്തെ വ്യൂ ഒക്കെ കാണിച്ച് തരാം. രാത്രി ഇങ്ങോട്ട് വന്ന അതേ വഴിയാണ് രാവിലെ ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഞാൻ രാത്രി പറഞ്ഞില്ലായിരുന്നു ലാഹ എന്നും പറഞ്ഞൊരു സ്ഥലത്തെക്കുറിച്ച്. ആ സ്ഥലത്താണ് ഇപ്പം ഞാനുള്ളത്.
സീസൺ ടൈമിലൊക്കെ ഇവിടെ ഒരുപാട് കടകളും ആളുകളൊക്കെ ആയിരിക്കും. ദേ നമ്മൾ വീണ്ടും വനത്തിനുള്ളിലോട്ട് പ്രവേശിക്കുകയാണ്. രാത്രി വന്ന അതേ വഴി, ആ ഒരു ട്രൈബൽ സെറ്റിൽമെൻ്റ് ഇല്ലേ, അതിനു മുന്നേ ഉള്ള ആ ഭാഗങ്ങളാണ് ഇതൊക്കെ. ദേ ഇതാണ് രാത്രി നമ്മൾ കണ്ട ആ ട്രൈബൽ സെറ്റിൽമെൻറ്റ്. ഈ സൈഡിൽ കാണുന്ന മൊത്തം ഇവിടെയുള്ള ട്രൈബൽസിൻ്റെ ചെറിയ ചെറിയ വീടുകളാണ്. പണ്ട് ഞാൻ വരുന്ന ടൈമിലൊന്നും ഈ വീടുകളൊന്നും ഇത്രയും ഡെവലപ്പ് അല്ലായിരുന്നു. ഇപ്പം ഒരുപാട് ഡെവലപ്പായി. നമ്മൾ രാത്രി ഒരു ഈറ്റക്കാട്ടിൽ കൂടി വന്നില്ലേ, ആ ഈറ്റക്കാടിൻ്റെ റോഡൊക്കെ ഞാൻ കാണിച്ചു തരാവേ. രാവിലെ ഉള്ളൊരു വ്യൂ, രാത്രി കുറച്ച് ഭയാനകമാണേലും രാവിലെ ഈ കാടിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. ഇതാണ് രാത്രി ഇന്നലെ വന്ന ഈറ്റക്കാട്. ആ ഒരു ഹൊറർ എക്സ്പീരിയൻസ് രാത്രി തരുന്നൊരു റോഡെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ സ്ഥലമാണിത്. രാവിലെ നോക്കിക്കേ, ഇവിടെ വീടുകളും മനുഷ്യരും ഒന്നുമില്ല, എന്നാലും ആ രാത്രിയിലത്തെ ഒരു പേടി വരുന്നില്ല. ഈ ശബരിമല വനത്തിന് ചുറ്റും ഗവിയും പെരിയാർ ടൈഗർ റിസർവ് ഒക്കെ ചുറ്റിക്കിടക്കുന്നത് കൊണ്ട് തന്നെ രാത്രി ഒരുപാട് ആനിമൽസ് ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുവാണേ, നമ്മൾ ആനയെ കാണണമെന്നും പറഞ്ഞ് ഇറങ്ങുന്ന ദിവസം ഒന്നും കാണത്തില്ല, അല്ലാതെ ഇതുവഴി പോകുമ്പോൾ നമ്മൾ ആനയെ കണ്ടിരിക്കും. അതെനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളൊരു കാര്യമാണ്. അതേ അവിടെ 2 കാട്ടുകോഴി നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ക്യാമറ എടുക്കാം എന്നൊക്കെ വിചാരിച്ചപ്പോൾ പുറകിൽ ഫോറസ്റ്റിൻ്റെ ജീപ്പ് വന്ന് ഹോൺ അടിക്കുകയാണ്. കാര്യം ഒരു വണ്ടിക്ക് പോകാനുള്ള സ്പേസേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. വീണ്ടും മുന്നോട്ടുള്ള യാത്ര തിരിച്ചു. അപ്പോൾ ഞാൻ തുലാപ്പള്ളി വരെ വീഡിയോ എടുത്ത് പോകാമെന്നുള്ള ഒരു പുറപ്പാടിലാണ്. അത് കഴിഞ്ഞാൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. ഇത് പമ്പാ നദിക്ക് കുറുകെയുള്ളൊരു പാലമാണ്, തുലാപ്പള്ളിക്ക് മുമ്പായിട്ട്. ഇതിപ്പോൾ കുറച്ച് പ്രാവ് പറക്കുന്നൊരു വ്യൂ കണ്ട, ആ ലക്കിക്ക് കിട്ടിയതാ അത്. ഇതൊക്കെ നമ്മുടെ പമ്പാ നദിയും 2 സൈഡിൽ കാടും. എന്നാ ഒരു അടിപൊളി വ്യൂ ആ അല്ലേ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് കുറച്ച് വെട്ടത്തിൽ കാണിച്ചു തരാം. കാര്യം സൂര്യൻ ഇങ്ങോട്ട് അടിച്ച് നിൽക്കുന്നതുകൊണ്ട് ഇവിടെ കുറച്ച് വെട്ടം കൂടുതലാണ്. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.